അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 കപ്പ് പച്ചരി ഒരു ബൗളിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇത് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു 5 മണിക്കൂർ ഇത് കുതിർക്കാൻ വെക്കാം. അപ്പം അരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം 5 മണിക്കൂർ വെള്ളം ഒഴിച്ച് ഇതാ കുതിർക്കാൻ വെച്ചിട്ടുള്ളതാണ്. അരി നല്ലതുപോലെ ഇതാ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അരിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് മാറ്റാം. ഇപ്പോൾ അരിയിലുള്ള വെള്ളമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 250 ml കപ്പിന് 1 കപ്പ് ചോറാണ്. ചോറ് എടുക്കുന്ന സമയത്ത് വെള്ളം അരിയിലുള്ള ചോറ് തന്നെ എടുക്കാം. ഞാനിപ്പോൾ ജയ അരിയിലുള്ള ചോറാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗ്ലാസ് എടുക്കാം. ആ ഗ്ലാസിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അരിയും ചോറും ഒക്കെ അളന്നിട്ടെടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിരകിയെടുത്ത തേങ്ങയാണ്. അതും 250 ml കപ്പിന് 1 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങയുടെ ആ ബ്രൗൺ ഭാഗം എടുക്കരുത്, വെള്ള ഭാഗം തന്നെ ചിരകി എടുക്കുക. നമ്മൾ ഏത് കപ്പിലാണോ അളന്നെടുക്കുന്നത് ആ കപ്പിൽ തന്നെ. നമ്മളിപ്പം ഗ്ലാസ്സിലാണ് പച്ചരി അളന്നെടുക്കുന്നതെങ്കിൽ 2 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് ചോറും അതുപോലെ 1 ഗ്ലാസ് തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനും ഇടരുത്, ഒരു ജാറിൻ്റെ 1/4 ഭാഗത്തോളം ഇട്ട് കൊടുക്കാം. ഒരു 1/4 ഭാഗത്തോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പം ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ബോള് പോലുള്ള ഈസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ ഈസ്റ്റ് ഇട്ട് വെച്ച് ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആയതിനു ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആകുമ്പോൾ നേരിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല പേസ്റ്റ് പരുവത്തിന് ഇതൊന്ന് അരച്ചെടുക്കാം. പൊട്ടും തരിയൊന്നുമില്ലാതെ നല്ലതുപോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് അരച്ചിട്ടെടുക്കുക. വെള്ളം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഈ ഒരു രീതിക്ക് അരച്ചെടുക്കുക. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. ബാക്കിയിരിക്കുന്ന അരിയും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ മിക്സിയിൽ ഒരു 1/2 ഭാഗത്തോളം മാത്രമേ അരിയുള്ളൂ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ഈസ്റ്റോ എണ്ണയോ പഞ്ചസാരയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യമേ തന്നെ ഈസ്റ്റും പഞ്ചസാരയും എണ്ണയൊക്കെ ചേർത്തിട്ടുണ്ട്. എണ്ണ ചേർത്ത് കൊടുക്കുന്നത് നല്ല ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഹോട്ടലിലൊക്കെ അങ്ങനെ ചെയ്തിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് അരി അരച്ചെടുക്കുന്ന സമയത്ത് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും നല്ല തരിയൊന്നുമില്ല, നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. രണ്ടാമത്തെ ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചിട്ടെടുക്കുക. വെള്ളം അങ്ങ് ഒരുപാട് ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഞാൻ പറഞ്ഞ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം നമ്മൾ അരച്ചെടുക്കുന്ന സമയത്താണ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ബാച്ച് അരച്ചെടുക്കുന്ന സമയത്ത് ഈസ്റ്റ് ചേർത്തിട്ടില്ല. അതുകൊണ്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഒരുപാടങ്ങ് കട്ടിയാവാനും പാടില്ല, ഒരുപാടങ്ങ് ലൂസായി പോകാനും പാടില്ല. ഇനി നമുക്ക് ഒരുപാട് സമയമൊന്നും മാവ് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിൽ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈസ്റ്റ് ചേർത്ത് കൊടുത്തതുകൊണ്ട് 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂറൊക്കെ ആകുമ്പോൾ തന്നെ മാവ് പൊങ്ങിക്കിട്ടും. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 250 ml കപ്പിന് 1.5 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ എടുക്കുമ്പോൾ വെള്ള ഭാഗം മാത്രം എടുക്കാം, ആ ബ്രൗൺ ഭാഗം എടുക്കരുതേ.
ഇപ്പോൾ 1.5 കപ്പ് ചിരകിയ തേങ്ങ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി, 3 പച്ചമുളക്, 4 ചെറിയ ഉള്ളി, മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കരുത്, തരിതരിപ്പായിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇപ്പൊ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാതെ തരിതരിപ്പായിട്ട് ഇതുപോലെ അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടാതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇതെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. 3 ചെറിയ ഉള്ളി കനം കുറഞ്ഞരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി ചെറിയൊരു ഗോൾഡൻ നിറം ആവുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഉള്ളിയുടെ നിറമൊക്കെ മാറി ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്. 2 വറ്റൽ മുളക് 2ആയിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി കടുക് താളിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അടിപൊളി ടേസ്റ്റുള്ള വെള്ള ചമ്മന്തി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 1.5 മണിക്കൂറായി. ഇപ്പൊ കണ്ടില്ലേ, മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് മാവ് എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതിൽ നിന്നും കുറച്ച് മാവ് എടുക്കുകയാണ്. ഒരു പകുതിയോളം മാവ് എടുത്തിട്ട് ബാക്കി മാറ്റി വെക്കാം. ഒരു പകുതി മാവ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പകുതി മാവ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് റെഡിയാക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഒരുമിച്ച് ഉപ്പ് ചേർക്കണ്ട. അതുപോലെ തന്നെ ഇത് 2ാമത്തെ ബാച്ച് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് റെഡിയാക്കി എടുക്കുക. ആദ്യമേ ഫുള്ളായിട്ട് അങ്ങ് ഉപ്പ് ചേർത്ത് റെഡിയാക്കി വെക്കണ്ട. ബാക്കി മാവ് ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കട്ടിക്ക് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം കറക്റ്റ് അളവാണ്. ഇനി ഇത് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉണ്ണിയപ്പച്ചട്ടി ഇതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഉണ്ണിയപ്പച്ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് എല്ലാ കുഴികളിലും എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇരുമ്പിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്താലും മതി. ഇപ്പോൾ എല്ലാ കുഴികളിലും എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ നിറച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ സൈഡിലുള്ള കുഴികളിൽ വേണം ബാറ്റർ നിറച്ചു കൊടുക്കാൻ. എന്നിട്ട് വേണം നടുവശത്ത് ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ആദ്യം നമ്മൾ നടുവശത്ത് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ഒഴിക്കുന്ന ആ ഭാഗം മാത്രം പെട്ടെന്ന് റെഡിയാവുള്ളൂ. സൈഡിൽ പെട്ടെന്ന് റെഡിയായി കിട്ടില്ല. നമ്മൾ സ്പൂണിൽ വെച്ച് മാവ് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റിൽ ഒഴിച്ചത് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നടുഭാഗത്താണ് നമുക്ക് ചൂട് കൂടുതലായതുകൊണ്ട് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല പഞ്ഞ് പോലെ സോഫ്റ്റ് ആയിട്ടിട്ടുണ്ട്.
മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആവണം, എന്നിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ. ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ നമ്മൾ ആദ്യം തിരിച്ചിട്ട് കൊടുത്തില്ലേ, ആദ്യം ചെയ്തത് എന്താ റെഡിയായി കിട്ടിയിട്ടുണ്ട്. 30 സെക്കൻഡൊക്കെ ആകുമ്പോൾ നടുഭാഗത്തുള്ളതൊക്കെ റെഡിയായി കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് സമയം വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ കളറൊക്കെ മാറും. ബാക്കിയിരിക്കുന്ന മാവെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ പലഹാരം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കി വെച്ചിരിക്കുന്ന മാവില് പകുതി മാവിലേ എടുത്തിട്ടുള്ളൂ, ബാക്കി മുഴുവൻ മാവിലും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്, നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഉള്ളൊക്കെ നല്ലോണം വെന്ത് അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്